ആരോഗ്യമന്ത്രിയെ വിമർശിച്ച CPM നേതാക്കൾക്കെതിരെ നടപടി ഉടനുണ്ടാകും. അതിൻ്റെ റിപ്പോർട്ടുകൾ പല ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും തേടിയിട്ടുണ്ട്. അങ്ങനെ പിണറായിക്ക് മുകളിലാണോ വീണ ജോർജ്? കാരണം പിണറായിയെ മുൻകാലങ്ങളിൽ വിമർശിക്കില്ലായിരുന്നു, പക്ഷേ ഈ സമ്മേളനങ്ങളിൽ ചിലയിടത്തെങ്കിലും വിമർശനമുണ്ടായി. പക്ഷേ അതിനു പോലും അവസരം വീണ ജോർജിനെ അനുവദിക്കുന്നില്ല. അതെന്തായിരിക്കും കാര്യം? അല്ല, വീണ ജോർജിനെ കൊണ്ടുവന്നതും വളർത്തിയതും മന്ത്രിയാക്കിയതുമൊക്കെ പിണറായി വിജയൻ്റെ ബുദ്ധി തന്നെയാണ്. അതിലൂടെ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഏത് സഭയാണോ അവർ പ്രതിനിധാനം ചെയ്തത്, ആ സഭയുടെ മുഴുവൻ പിന്തുണ ഇടതുപക്ഷത്തിന് CPM-ന് കിട്ടി. അതൊക്കെ കൊണ്ടുകൂടിയാണ് പല മണ്ഡലങ്ങളിലും, മധ്യ തിരുവിതാംകൂറിലെ പല മണ്ഡലങ്ങളിലും CPM ജയിച്ചത്. ഉദാഹരണത്തിന് ചെങ്ങന്നൂരിൽ CPM, ചെങ്ങന്നൂർ ശരിക്കും ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. അവിടെ BJPക്കുള്ള അത്ര പോലും സ്വാധീനം CPM-ന് ഇല്ലെന്ന് പറയണം. അവിടെ സജി ചെറിയാൻ തുടർച്ചയായിട്ട് ജയിക്കുക അത്ര എളുപ്പമല്ലത്. എനിക്കറിയാം, 2006 ശക്തമായ ഇടത് തരംഗം കേരളത്തിൽ ആഞ്ഞടിച്ചപ്പോൾ, VS തരംഗം ആഞ്ഞടിച്ചപ്പോൾ പോലും PC വിഷ്ണുനാഥ് എന്ന ഒരു വിദ്യാർത്ഥി നേതാവിനോട്, പുതുമുഖത്തോട് 8 നിലയിൽ പൊട്ടിയ ആളാണ് സജി ചെറിയാൻ. അന്ന് ഞാൻ ചെങ്ങന്നൂരിലുണ്ട്, എനിക്ക് നേരിട്ടറിയാം. അന്ന് സജി ചെറിയാൻ പറഞ്ഞത്, സജി ചെറിയാൻ്റെ മുൻഗാമി, അതായത് ശോഭന ജോർജിന് എതിരാളിയായിരുന്ന രാമേന്ദ്രൻ നായർ പിടിച്ചതിനേക്കാൾ കൂടുതൽ, തോറ്റാലും ഞാൻ അതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കും എന്നായിരുന്നു സജി ചെറിയാൻ്റെ വീരവാദം. പക്ഷേ അതിൻ്റെ അടുത്തുപോലും എത്താതെ സജി ചെറിയാൻ തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ വലിയ തോതിൽ ഈ PC വിഷ്ണുനാഥ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയും മാധ്യമങ്ങളൊക്കെ അത് വലിയ വാർത്തയാക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ചെങ്ങന്നൂർ പോലുള്ള പല മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന് ലഭിച്ചത്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ലഭിച്ചത് ഈ വീണ ജോർജിൻ്റെ വരവോടുകൂടിയാണ്. ചെങ്ങന്നൂരിൽ, ആറന്മുള തുടങ്ങിയ മണ്ഡലങ്ങൾ, പത്തനംതിട്ടയിലെ പല മണ്ഡലങ്ങളിലും ജയിക്കാൻ അവരുടെ വരവ് CPM-നെ സഹായിച്ചു. പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ CPM-ന് അതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ നന്ദിയാണ് ഇപ്പോൾ വീണ ജോർജിനെ വിമർശിക്കുന്ന ഈ ഉൾപാർട്ടി ജനാധിപത്യം പിന്നെ എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ മുഴക്കും. ഇപ്പോൾ മനസ്സിലായി യഥാർത്ഥ ഫാസിസ്റ്റ് ആരാണ്. അവിടെ വീണ ജോർജിനെതിരെ ഒരു അക്ഷരം മിണ്ടരുത്, മിണ്ടിയാൽ നിന്റെ കുറ്റി തെറിപ്പിക്കും എന്ന മട്ടിൽ ഈ നടപടിയുടെ അച്ചടക്കത്തിൻ്റെ വാളോങ്ങി നിൽക്കുകയാണ് CPM ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, അതുപോലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി, അതിന് താഴെ വരുന്ന ഏരിയ കമ്മിറ്റികൾ, ആറന്മുള, ചെങ്ങന്നൂർ തുടങ്ങിയ ഏരിയ കമ്മിറ്റികൾ, അതിന് താഴെയുള്ള ലോക്കൽ കമ്മിറ്റികൾ, ബ്രാഞ്ച് കമ്മിറ്റികൾ. വലിയ രീതിയിൽ തന്നെ CPM-ന്റെ പ്രമുഖ നേതാക്കൾ, പ്രാദേശികമായുള്ള നേതാക്കൾ ഉൾപ്പെടെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി വീണ ജോർജിനെ അധിക്ഷേപിക്കുകയാണ്, വിമർശിക്കുകയാണ്. തീർച്ചയായിട്ടും നിസ്സാരക്കാരല്ല വിമർശിക്കുന്നത്. SFI തലം തൊട്ട് പ്രവർത്തിച്ച് വളർന്നു വന്ന, വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് പ്രവർത്തിച്ച് ഇപ്പോൾ CPM-ൽ എത്തി നിൽക്കുന്ന നേതാക്കളാണ് വിമർശിക്കുന്നത്. ഞാൻ അവരുടെ പേര് വിവരങ്ങളൊക്കെ പറഞ്ഞത് കൂടുതൽ സങ്കീർണമാക്കുന്നില്ല. അങ്ങനെയുള്ള നേതാക്കൾ ഈ വീണ ജോർജിൻ്റെ ഇപ്പോഴത്തെ കെടുകാര്യസ്ഥതയെക്കുറിച്ച്, ഈ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണമായ അപകടത്തിൽ ഒരു പാവപ്പെട്ട നിരാലംബയും ദരിദ്രയുമായ ഒരു വീട്ടമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടു, ആ സംഭവത്തിലാണ്. അല്ലാതെ ഇതിനു മുമ്പ് അവരാരും വീണ ജോർജിനെ കുറ്റപ്പെടുത്തിയൊന്നും രംഗത്ത് വന്നിട്ടില്ല, നമ്മളാരും കേട്ടിട്ടില്ല. എങ്ങാനും എവിടെയെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ അത് ഉടനെ എടുത്ത് വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ നമുക്കുണ്ട്. CPM-നെ അടിക്കാൻ ഇങ്ങനെ വടിയും ഓങ്ങി നിൽക്കുകയാണ് മനോരമ. ആറന്മുളയിൽ നിന്ന് തന്നെ ഇത്തരം വിമർശനം ഉണ്ടാകുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പ് വീണയ്ക്ക് അത്ര നല്ല കാലമല്ല. വരുന്ന തെരഞ്ഞെടുപ്പ് വീണയ്ക്ക് നല്ല കാലമല്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷേ വീണയ്ക്ക് സീറ്റ് കിട്ടുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയേറെ ജനവികാരം അവർക്കെതിരാണ്. ഈ പറയുന്ന ഈ കോട്ടയത്തിനോട് വളരെ അടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളാണ് ഇതൊക്കെ. അവിടെ ഈ CPM-നുള്ളിൽ നിന്ന് തന്നെ, അതായത് പാർട്ടിയിൽ അസംതൃപ്തി പുകയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. നോക്കൂ, ഈ ആറന്മുളയിലും ചെങ്ങന്നൂരുമൊക്കെ സജി ചെറിയാൻ ശരിയാണ്, താഴെ തട്ട് തൊട്ട് പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. സജി ചെറിയാൻ ചെങ്ങന്നൂർ മത്സരിക്കാൻ അർഹതയുണ്ട്. സജി ചെറിയാൻ ആദ്യം തോറ്റു, അതൊക്കെ ശരി തന്നെ. പക്ഷേ അയാൾ ആത്യന്തികമായിട്ട് CPM-ലൂടെ വളർന്നു വന്ന ഒരാളാണ്, ആ പാർട്ടി കേഡർ ആണ് അയാൾ. അപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ തീർച്ചയായിട്ടും അവിടെ ഒരു സീറ്റ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഈ വീണ ജോർജ് ആരാണ്? വീണ ജോർജ് SFI-യിൽ പ്രവർത്തിച്ചിരുന്നു, വീണ ജോർജ് DYFI-യിൽ ഉണ്ടായിരുന്നു. വീണ ജോർജ് എങ്ങനെ CPM-ന്റെ, നോക്കൂ, സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്. അവിടെ ഈ ആറന്മുള MLA ആയിരുന്ന പത്മകുമാർ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ രംഗത്ത് വന്നു ഈ വിഷയത്തിൽ. പത്മകുമാറൊക്കെ വളരെ താഴെ തട്ട് തൊട്ട് പ്രവർത്തിച്ചു വരുന്ന ആൾക്കാരാണ്.
അപ്പോൾ അവരെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ വീണ ജോർജിന് ഈ ഈ പറഞ്ഞ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത വീണ ജോർജിന് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവെന്നുള്ള പദവി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അണികൾ അതിൽ രോഷാകുലരാകില്ലേ? ഇത്രയും കാലം പ്രവർത്തിച്ചവരോട് നന്ദികേടല്ലേ കാണിക്കുന്നത് പാർട്ടി? അവർക്കില്ലാത്ത എന്ത് ഗുണമാണ് അല്ലെങ്കിൽ എന്ത് മുൻഗണനയാണ് വീണ ജോർജിന് കൊടുക്കാനുള്ളത്? അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യുന്നു. പഴയ കാലമൊന്നുമല്ല, അതൊക്കെ മാറി. അങ്ങനെ പിണറായി വിജയൻ കണ്ണുരുട്ടിയാൽ അങ്ങ് മൂലയ്ക്ക് പതുങ്ങുന്ന ആ ഒരു കാലമൊക്കെ പോയി. ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശക്തമാണ്. അതുകൊണ്ട് പാർട്ടി അണികളിലെ അസംതൃപ്തി പുറത്തു വരും. ഇത് മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചും ഈ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ പാർട്ടിയെ കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടി. എന്തുകൊണ്ടായിരിക്കും ഈ പിണറായിയുടെ ഗുഡ് ബുക്കിൽ ഇടം നേടിയത്? ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മതത്തിന്റെ ഒരു സഭയുടെ ഒരു മതവിഭാഗത്തിന്റെ പിന്തുണയാണ്. അതൊരു വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്ക് നമുക്കറിയാമല്ലോ. വീണ ജോർജിന്റെ ഹസ്ബൻഡ് ആരാണെന്ന് അറിയാം. അദ്ദേഹം ആ സഭയുടെ ഒരു ഉന്നത പദവി വഹിക്കുന്ന ഒരു കാര്യകർത്താവാണ്, ഒരു ഓഫീസ് ബെയറാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ സഭയുടെ പിന്തുണ ശക്തമായിട്ട് കിട്ടുമ്പോൾ അത് ഈ കോട്ടയം അതുപോലെ തന്നെ പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് ആറന്മുളയിൽ CPM-ന് ജയിക്കാൻ സാധിക്കുമായിരുന്നു. എത്രയോ കാലം അവിടെ ശിവദാസൻ നായർ അവിടെ MLA ആയിരുന്നു. അതുപോലെ ചെങ്ങന്നൂരിൽ എത്രയോ കാലം ശോഭന ജോർജ് MLA ആയിരുന്നു. അവിടെ അത് കഴിഞ്ഞ് PC വിഷ്ണുനാഥ് വന്നു. PC വിഷ്ണുനാഥ് 2 തവണയാണ് അവിടെ നിന്ന് ജയിച്ചത്, 2006-ലും 2011-ലും. ഞാൻ പറഞ്ഞല്ലോ, 2006-ൽ ശക്തമായ VS തരംഗം ആഞ്ഞടിക്കുകയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. എന്നിട്ട് പോലും മുസ്ലിം ലീഗിന് വരെ കടപുഴകി അല്ലേ? PK കുഞ്ഞാലിക്കുട്ടി തോറ്റു കുറ്റിപ്പുറത്ത് നിന്ന്, അതും KT ജലീലിനോട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ചെങ്ങന്നൂര് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഈ ചെറുപ്പക്കാരനായ PC വിഷ്ണുനാഥ് വിജയിക്കുന്നത്. അന്ന് PC വിഷ്ണുനാഥിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരുന്നു. SNDP വോട്ടുകളൊന്നും വിഷ്ണുനാഥിന് കിട്ടില്ല എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു. എന്നിട്ടും PC വിഷ്ണുനാഥ് അവിടെ പാട്ടും പാടി ജയിച്ചു. മികച്ച ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. സജി ചെറിയാൻ ദയനീയമായിട്ട് അവിടെ തോറ്റു. ആ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് സജി ചെറിയാൻ അവിടെ ജയിക്കുന്നു, ആറന്മുളയിൽ വീണ ജോർജ് ജയിക്കുന്നു, പത്തനംതിട്ടയിലെ നിരവധി സീറ്റുകൾ റാന്നി, കോന്നി ഒക്കെ ഇവർ പിടിച്ചെടുക്കുന്നു, CPM പിടിച്ചെടുക്കുന്നു, അവിടെ അട്ടിമറി വിജയം നേരിടുന്നു. ഇതൊക്കെ വെറുതെയാണ്. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയം പ്ലസ് മതം എന്നൊരു ഫോർമുല വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഫോർമുലയാണ് ഈ പറഞ്ഞ മധ്യ തിരുവിതാംകൂറിലെ 2 പ്രധാനപ്പെട്ട ജില്ലകളിൽ CPM-ന് വലിയ വിജയം നേടിക്കൊടുത്തത്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അവിടെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് വീണയെ എത്ര പ്രാവശ്യം വിമർശിച്ചിട്ടുണ്ട്, വീണയ്ക്കെതിരെ എത്ര ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരല്ലേ, നമ്മളെല്ലാവരും കണ്ണും കാതും തുറന്നിരിക്കുന്നവരല്ലേ, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ടും വീണയുടെ പിടിപ്പുകേട് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. ആ മണ്ഡലത്തിൽ ആറന്മുളയിൽ പോലും വീണയ്ക്കെതിരെ ശക്തമായ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വികാരമുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അല്ല, ഇത് കൃത്യമായി മുതലാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയുമോ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഈ ആറന്മുളയിലും ചെങ്ങന്നൂരുമൊക്കെ CPM-ന് ഇനി അടിപതറാനാണ് സാധ്യത. നമ്മൾ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വളരെ കൃത്യമായിട്ട് ഇതിപ്പോൾ ഈ നിങ്ങൾ നോക്കൂ, ചത്ത് കിടന്നതാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ. ഇപ്പോൾ 14 ജില്ലകളിലും അതിശക്തമായ സമരം നടക്കുകയാണ്, പ്രക്ഷോഭം നടക്കുകയാണ്. പോലീസിന് ഒരു റെസ്റ്റ് കിട്ടുന്നില്ല. ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ സമരം വരുന്നു, പിന്നെ കോൺഗ്രസിൻ്റെ സമരം വരുന്നു, പിന്നെ KSUവിൻ്റെ സമരം വരുന്നു. സമരങ്ങളെല്ലാം അക്രമാസക്തമാകുന്നുണ്ട്. പോലീസിനെ ആക്രമിക്കുന്നുണ്ട്, പോലീസ് ലാത്തിച്ചാർജ് ചെയ്യുന്നുണ്ട്, ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്, കണ്ണീർവാതകം പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാഹചര്യം, അന്തരീക്ഷം മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇത് CPM-ന് വലിയ ദോഷം ചെയ്യും. അവരത് തിരുത്താനുള്ള നടപടികളിലേക്ക് പോകുന്നതിന് പകരം ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് ഇവരെ വിമർശിച്ച ആൾക്കാർക്കെതിരെ നടപടിയെടുക്കാനാണ് പോകുന്നത്. അങ്ങനെ എത്ര പേരുടെ വായ് മൂടിക്കെട്ടും? എത്ര നാൾ ഇതൊക്കെ അടിച്ചമർത്തി വെക്കും? അത് CPM തിരിച്ചറിയുന്നില്ല. അവരുടെ നാശത്തിനത് കാരണമായി തീരും എന്നുള്ളത്. അത് ബുദ്ധിപരമായിട്ട് നയപരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്താൽ CPM-ന് നല്ലത്. അല്ലാത്ത പക്ഷം CPM-ന് വലിയ തിരിച്ചടി ഈ മധ്യ തിരുവിതാംകൂർ ബെൽറ്റിൽ കിട്ടും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇപ്പോൾ ഈ ജനവികാരം എതിരാണ് എന്ന് മനസ്സിലായാൽ
ഇപ്പോൾ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസ് എം മറുകണ്ഠം ചാടുമെന്ന് തീർച്ചയാണ്, ഒരു സംശയവും വേണ്ട. കാരണം അവർക്ക് ഭരണമുള്ളിടത്തെ അവരുള്ളൂ, പിന്നെ വിജയസാധ്യത ഉള്ളിടത്തെ അവരുള്ളൂ. അത് ഈ വളരും തോറും പിളരും തോറും വളരും എന്ന തത്വശാസ്ത്രത്തിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ്സുകളുടെ മുഖമുദ്രയാണ്. അവർ രണ്ട് മുന്നണികളിലായിട്ട് നിന്ന് ഒരുപാട് നാൾ രാഷ്ട്രീയം പയറ്റിയതാണ്, മാറി മാറി അവർ ഭരണത്തിൽ വന്നവരുമാണ് അവരും. ഇപ്പോൾ കേരള കോൺഗ്രസ് എം അവർക്കൊരു ശക്തിയുണ്ട്, അവർ പക്ഷെ വിജയസാധ്യത UDF-നാണെന്ന് കണ്ടാൽ അവർ ഉറപ്പായിട്ടും UDF-ലേക്ക് മുന്നണി മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.